ഇന്ന് സുപ്രീം കോടതിയിൽ വിചിത്രമായ ഒരു സത്യവാങ്മൂലം കേരള സർക്കാരിൻ്റേതായിട്ട് സമർപ്പിക്കപ്പെട്ടു. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ഡോക്ടർ ബാലഗോപാൽ എന്ന മാതൃഭൂമിയുടെ കോടതി റിപ്പോർട്ടറാണ്. ബാലഗോപാൽ നിയമബിരുദമുള്ള ആളാണ്, ഡോക്ടറേറ്റ് ഉണ്ട്. ആ ഡോക്ടറേറ്റ് നിയമത്തിലാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അതിനാൽ അദ്ദേഹത്തിൻ്റെ കോടതി റിപ്പോർട്ടിംഗ് ഞാൻ വളരെ ഗൗരവമായിട്ടാണ് എടുക്കാറുള്ളത്. ബാലഗോപാലിനെ പല കാര്യങ്ങളും ഞാൻ വിമർശിച്ചിട്ടുണ്ടെങ്കിലും കോടതി റിപ്പോർട്ടിങ്ങിൽ സത്യസന്ധനാണ് ബാലഗോപാൽ. കൃത്യമായിട്ട് കാര്യങ്ങൾ ആളുകളെ അറിയിക്കുന്ന സ്വഭാവക്കാരനാണ്. വാർത്തകളിൽ വെള്ളം ചേർക്കുന്ന സ്വഭാവക്കാരനല്ല. അഭിപ്രായങ്ങൾ വ്യത്യാസമായിരിക്കാം, എനിക്ക് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ 1-2 തവണ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമുണ്ടായിട്ടുമുണ്ട്. എന്ന് വെച്ച് മോശം ഭാഷയിലൊന്നുമല്ല, നല്ല ഭാഷയിൽ തന്നെ. ബട്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ ബാലഗോപാലിൻ്റെ റിപ്പോർട്ടിംഗ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കോടതി റിപ്പോർട്ടിങ്ങിൽ ബാലഗോപാൽ അദ്വിതീയനാണ്, ഒരു തെറ്റും വരുത്തുകയില്ല, സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ബാലഗോപാലിൻ്റെ റിപ്പോർട്ട് കണ്ടപ്പോഴാണ് ഞാൻ ഒരു ആശങ്ക ഉള്ളിൽ. ഞാൻ ആ റിപ്പോർട്ട് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ആലപ്പുഴയിലെ SDPI നേതാവായിരുന്ന KS ഷാൻ കൊല്ലപ്പെട്ട കേസിലെ പ്രതികളായ RSS പ്രവർത്തകർക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് കേരളം. ഇപ്പോൾ സുപ്രീം കോടതിയോട് കേരളം ആവശ്യപ്പെടുന്നു, ജാമ്യം കൊടുക്കരുത് ഈ പ്രതികൾക്ക്. RSS നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കുമ്പോൾ ഷാൻ വധക്കേസിലെ പ്രതികൾ സ്വൈരവിഹാരം നടത്തുന്നത് സമൂഹത്തിലെ സമാധാന അന്തരീക്ഷത്തെ ബാധിക്കുമെന്നും കേരളം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷാൻ വധത്തെ തുടർന്ന് എന്ന് പറഞ്ഞ് നടന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ 15 പ്രതികൾക്ക് മാവേലിക്കര സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ ഇത്രയും പേരെ വധശിക്ഷയ്ക്ക് വിധിച്ച വേറൊരു കേസുമില്ല എന്ന് നിയമപരിജ്ഞാനമുള്ളവർ പറയുന്നു. ഇതുവരെ നടന്ന വധശിക്ഷാ കേസുകൾ മുഴുവൻ നോക്കിയിട്ടല്ല ഞാൻ പറയുന്നത്. മാന്യന്മാർ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണമല്ലോ. അപൂർവത്തിൽ അപൂർവമാണ് 15 പേർക്കൊക്കെ ഒരു കേസിൽ വധശിക്ഷ കൊടുക്കുക എന്ന് പറയുന്നത്. മാവേലിക്കര സെഷൻസ് ജഡ്ജ് ശ്രീദേവിയാണ് ആ വിധി പുറപ്പെടുവിച്ചത്. അതിനെ തുടർന്ന് ശ്രീദേവിക്ക് ഭീഷണി ഉണ്ടാകുകയും അവർക്ക് പോലീസ് കാവൽ ഏർപ്പെടുത്തേണ്ടി വരികയൊക്കെ ചെയ്തു. ഒരുപക്ഷെ ഇപ്പോഴും ആ പോലീസ് കാവൽ തുടരുന്നുണ്ടാവും അവർ മാവേലിക്കരയിലും ഉണ്ടെങ്കിൽ, ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഇത് രഞ്ജിത്ത് ശ്രീനിവാസനെ വധിച്ച കേസിലെ വിധിയാണ്. ഷാൻ വധക്കേസിലെ വിചാരണ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതെന്തുകൊണ്ട് എന്നെനിക്കറിയില്ല. ഷാൻ വധമാണ് ആദ്യം നടക്കുന്നത്. 18/12/2021 രാത്രിയിൽ ഷാനിന് ഗുരുതരമായ പരിക്കേൽക്കുന്നു. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടുവരുന്നു. മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ വെച്ച് 19-ാം തീയതി ഷാൻ മരിക്കുന്നു. ഇതാണ് കേസ്. 12 മണിക്കൂറിനുള്ളിൽ രാത്രി ഷാനിന് മാരകമായ വെട്ടേൽക്കുന്നു. രാവിലെ 6-6:30 മണിയായപ്പോൾ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നു. അപ്പോൾ ഇതിന് പകരം അത് SDPIക്കാരനെ കൊന്നാൽ SDPI പോപ്പുലർ ഫ്രണ്ട് വെറുതെ ഇരിക്കില്ല, 12 മണിക്കൂറിനകം തിരിച്ചടിക്കും എന്നുള്ള മെസ്സേജാണ് കൊടുത്തത് എന്ന് പറയുന്നു. എന്തുമായിക്കോട്ടെ, രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടു. ആ കേസിൻ്റെ വിചാരണ നടന്നു, വിധി വന്നു. മാവേലിക്കരയിലാണ് ആ കേസിൻ്റെ വിചാരണ നടന്നത്. സാധാരണ ആലപ്പുഴയിൽ സെഷൻസ് കോടതി ഇല്ലാഞ്ഞിട്ടല്ല, ബട്ട് ആ വിചാരണ അവിടെ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മാവേലിക്കരയ്ക്ക് മാറ്റിയത്. മാത്രമല്ല, ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ കേസ് വാദിക്കാൻ ഒരുപാട് വക്കീലന്മാർ മടിക്കുകയും ചെയ്തു. കാരണം രഞ്ജിത്ത് ശ്രീനിവാസൻ പരമസാധുവായൊരു മനുഷ്യനായിരുന്നു. BJPയുടെ OBC മോർച്ചയുടെ ജില്ലാ പ്രസിഡൻറ്റ് എന്നുള്ളതിൽ കവിഞ്ഞ് വേറെ അപരാധമൊന്നും ആ മനുഷ്യൻ ആരോടും ചെയ്തിട്ടില്ല. വളരെ സൗമ്യനായൊരു ചെറുപ്പക്കാരൻ. വീട്ടിൽ കയറിയാണ് വെട്ടിയത്. വെളുപ്പിനെയായിരുന്നു. ഭാര്യയും ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അവരുടെ മുമ്പിലിട്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു. അതിദാരുണമായ ഒരു കൊലപാതകം. അത് അപൂർവത്തിൽ അപൂർവമാണെന്ന് കണ്ടെത്തിയിട്ട്
കോടതി 15 പേർക്ക് വധശിക്ഷ കൊടുത്തു. അതിനിയിപ്പോൾ അപ്പീലും സംഗതിയൊക്കെ ആയിട്ട് പോകുമായിരിക്കും. എന്നാൽ ഷാൻ വധക്കേസിൽ ഇതുവരെ വിചാരണ തുടങ്ങിയിട്ടില്ല. 23 പ്രതികളാണ് ഷാൻ വധക്കേസിൽ. അതിനകത്ത് പിടിച്ച പ്രതികളിൽ ഇപ്പോൾ എല്ലാവരെയും പിടിച്ചു, പലരെയും സെഷൻസ് കോടതി തന്നെ ജാമ്യം കൊടുത്ത് വിട്ടയച്ചു. 1 വർഷം ജയിലിൽ കിടന്ന കുറച്ച് പേരുണ്ട്, അവർക്കും സെഷൻസ് കോടതി ജാമ്യം കൊടുത്തു. ഈ ജാമ്യം കൊടുത്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് കേരള സർക്കാർ ഹൈക്കോടതിയിൽ വന്നു. 2 വർഷം കഴിഞ്ഞാണ് വരുന്നത്. എന്തുകൊണ്ടാണ് 2 വർഷം കഴിഞ്ഞത് എന്ന് അറിയില്ല. ഏതായാലും 2 വർഷം കഴിഞ്ഞാണ് ഹൈക്കോടതിയിൽ വരുന്നത്. ഹൈക്കോടതിയിൽ മൊത്തം 9 പേരുടെ കേസ്. അതിൽ 5 പേർക്ക് ജാമ്യം കൊടുത്തത് ഹൈക്കോടതി ശരിവെച്ചു. 4 പേരുടെ ജാമ്യം റദ്ദാക്കി. ഈ റദ്ദാക്കിയ 4 പേരിൽ 3 പേരാണ് സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്നത്. ജാമ്യം റദ്ദാക്കിയ നടപടി ശരിയല്ലെന്നും തങ്ങൾക്ക് ജാമ്യം ലഭിക്കണമെന്നും. ആ ജാമ്യം റദ്ദാക്കിയ നടപടി ശരിവയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേരള സർക്കാരും സുപ്രീം കോടതിയിൽ വന്നു. സാധാരണ ഇതിൽ സർക്കാരുകൾ ഇത്തരം ജാമ്യാപേക്ഷ ഒക്കെ ഹൈക്കോടതി തീർപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ മാന്തിക്കൊണ്ടിരിക്കാറില്ല. ഹൈക്കോടതി തീരുമാനത്തിൻ്റെ അവിടെ വെച്ച് നിർത്തും. ജാമ്യമാണല്ലോ, വിധിയൊന്നും അല്ലല്ലോ. അപ്പോൾ ജാമ്യം കൊടുത്തതിൻ്റെ അപ്പീലുമായിട്ട് ജാമ്യം കിട്ടാത്ത ആൾ പോകും എന്നുള്ളതല്ലാതെ അയാൾക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞ് സർക്കാർ പോകുന്നത് അപൂർവമാണ്. അപ്പോൾ സർക്കാരിന് ഇതിലൊരു വാശിയുണ്ട്. ഓബ്വിയസാണ്, സർക്കാർ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDP-യുടെയും കൂടെയാണല്ലോ. അങ്ങനെ പോയ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൻ്റെ കാര്യമാണ് ബാലഗോപാൽ മാതൃഭൂമി ഓൺലൈനിലൂടെ പുറത്തുവിട്ടത്. ഞാൻ ആ സത്യവാങ്മൂലത്തിൻ്റെ കോപ്പി സംഘടിപ്പിച്ചു. ബാലഗോപാലിൽ നിന്നല്ല കേട്ടോ, അതൊരു മര്യാദയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മറ്റു വഴിക്ക് ആ കോപ്പി സംഘടിപ്പിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഈ പറഞ്ഞതൊക്കെ അതിനകത്തുണ്ട്. സർക്കാർ വാദങ്ങൾ വിചിത്രമായ വാദങ്ങളാണ്. ഈ കേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നുണ്ട്. അവർ ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് വെച്ച് സംഭവിച്ചു, ഇന്ന ആൾക്കാരുണ്ടായിരുന്നു, ഇന്ന ആൾ വെട്ടി, മറ്റേ ആൾ പിടിച്ചു, അയാൾ കാറിൽ വന്നു, CCTV അത് ഇതൊക്കെ ഇങ്ങനെ വെറുതെ ജാമ്യാപേക്ഷയിൽ ഇതൊന്നും വരേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും ഈ ചരിത്രം മുഴുവൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് 10-24 പേജുകളിലായിട്ട്. ഈ ചരിത്രത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് ജാമ്യം ഒരു വിചാരണയൊന്നുമല്ല. പ്രഥമ ദൃഷ്ട്യാ ഒരു കേസുണ്ടെന്ന് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്താൽ പിന്നെ ആ കേസിൽ ഇവരുടെ ഇൻവോൾവ്മെൻ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് ജാമ്യം കൊടുക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കും. അല്ലാതെ കേസിൻ്റെ മെറിറ്റിലേക്ക് കയറിയുള്ള വാദമൊന്നും ജാമ്യത്തിൻ്റെ സമയത്തില്ല. മറ്റൊന്നും എഴുതാനില്ലാഞ്ഞിട്ടായിരിക്കാം ഇവരിതെല്ലാം കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ആരാണ് ഈ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്? വക്കീലിൻ്റെ പേരല്ല ഞാൻ പറയുന്നത്. സത്യവാങ്മൂലം തയ്യാറാക്കിയത് ഗ്രാൻസി TS, ഡോട്ടർ ഓഫ് ജോൺ സ്റ്റീഫൻ, ഏജ് 49 years, അഡീഷണൽ സെക്രട്ടറി കം ലോ ഓഫീസർ, ഗവൺമെൻറ് ഓഫ് കേരള, ലോ വിങ്, ട്രാവൻകൂർ പാലസ്, കസ്തൂർബ ഗാന്ധി മാർഗ്, ന്യൂഡൽഹി. അപ്പോൾ ന്യൂഡൽഹിയിലെ ട്രാവൻകൂർ പാലസിലുള്ള കേരള സർക്കാരിൻ്റെ ആഫീസിലെ ലോ ഓഫീസറാണ് ശ്രീമതി ഗ്രേസി TS. അവരാണ് ഈ സത്യവാങ്മൂലം തയ്യാറാക്കിയത്. ഏതെങ്കിലും സർക്കാർ വക്കീൽ വഴി ഫയൽ ചെയ്ത് കാണും. അപ്പോൾ അവർ ഉന്നയിക്കുന്ന തർക്കം, I say and submit that during the investigation, participation and role of more persons, including that of the district level leaders of the RSS in the incidents, had been unveiled. RSSൻ്റെ ഈ പ്രതികൾ മാത്രമല്ല, അവരുടെ ഉന്നത നേതാക്കളുടെ പങ്ക് പോലും പുറത്തു വന്നിരിക്കുന്നു ഈ കേസിൽ. അതിന് കാരണം എന്താ? അക്യൂസ്ഡ് ഹു വെയർ RSS ആക്ടിവിസ്റ്റ് ബിലോങ്സ് ടു ഹിന്ദു കമ്മ്യൂണിറ്റി, അതൊക്കെ എടുത്തു പറയുകയാണ്. വെയർ കോൺസ്പയറിംഗ് ഫോർ എ ലോങ് പീരീഡ് ടു കമ്മിറ്റ് റിവെഞ്ച് അഗൻസ്റ്റ് SDP-I ആക്ടിവിസ്റ്റ് ഹു ബിലോങ്സ് ടു മുസ്ലിം കമ്മ്യൂണിറ്റി. SDP-ക്കാർ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്, RSSകാർ ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. ഓൺ ദ മർഡർ ഓഫ് RSS ആക്ടിവിസ്റ്റ് നന്ദു കൃഷ്ണ അറ്റ് ചേർത്തല. അമ്പടാ, പുതിയൊരു ഒരു കൊലപാതകത്തിൻ്റെ കഥ വന്നുകണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, മറന്നുപോയി കാണും. നന്ദു കൃഷ്ണ എന്ന ഒരു ഹിന്ദു ഐക്യവേദി പ്രവർത്തകനെ ചേർത്തലയിൽ ഇവർ കൊന്നിരുന്നു. അത് 2021 ഫെബ്രുവരിയിലാണ്.
അതാണ് ആദ്യത്തെ കൊലപാതകം. ഇപ്പോൾ സ്റ്റോറി മുഴുവൻ ബിൽഡപ്പ് ചെയ്യുന്നത് മണ്ണഞ്ചേരിയിൽ ഷാനിനെ കൊന്നു, പകരം ആലപ്പുഴയിൽ രഞ്ജിത്ത് ശ്രീനിവാസനെ കൊന്നു, ഇതാണ്. അപ്പോൾ കേൾക്കുമ്പോൾ ആർക്കും തോന്നും ഈ ഷാനിനെ കൊന്നതെന്തിനാ, അതുകൊണ്ടല്ലേ ശ്രീനിവാസനെ അവർ കൊന്നത്. അങ്ങനെ RSSനെ കുറ്റപ്പെടുത്താൻ തോന്നും. ഞാൻ ഈ കുറ്റപ്പെടുത്തൽ, ഈ ഹൈഫനേഷൻ, ഈ ഈക്വലൈസേഷൻ ഇതിൽ വിശ്വസിക്കുന്ന ആളല്ല. പകരത്തിന് പകരമുള്ള കൊല ഞാൻ അംഗീകരിക്കുന്നില്ല. പേഴ്സണലി ഐ ആം എഗൻസ്റ്റ് ദാറ്റ്. ഐ ആം എഗൻസ്റ്റ് വയലൻസ്. ആ കാര്യം ആദ്യമേ തന്നെ പറയട്ടെ. ബട്ട് ഈ കോടതിയിൽ വയലൻസ്, കൊലപാതകം ഒക്കെ ഡിസ്കഷന് വരുമ്പോൾ വരുന്ന വാദങ്ങളിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തുറന്ന് കാണിക്കേണ്ടതും എൻ്റെ ചുമതലയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഇക്വേഷൻ തന്നെ തെറ്റാൻ. ഷാനിനെ കൊന്നുകൊണ്ടാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊന്നത് എന്നുള്ള ഇക്വേഷൻ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. വാസ്തവത്തിൽ ഈ പ്രശ്നങ്ങളുടെ തുടക്കം അനന്തു കൃഷ്ണൻ്റെ കൊലപാതകത്തിൽ നിന്നാണ്. അനന്തു കൃഷ്ണൻ 2021 ഫെബ്രുവരിയിൽ കൊല്ലപ്പെട്ടു. ഷാൻ കൊല്ലപ്പെടുന്നത് 2021 ഡിസംബറിലാണ്. അതായത് ഒരു 11 മാസങ്ങളുടെ വ്യത്യാസമുണ്ട് രണ്ട് കൊലപാതകവും തമ്മിൽ. ഇത് തമ്മിൽ ബന്ധിപ്പിക്കാമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ ബന്ധിപ്പിച്ചിരിക്കുന്നു സർക്കാർ. ഞാനെന്ത് ചെയ്യാനാണ്? അപ്പോൾ നന്ദു കൃഷ്ണ അറ്റ് ചേർത്തല ആൻഡ് അസോൾട്ട് ഓഫ് RSS സിമ്പതൈസേഴ്സ് ബിട്ടു ആൻഡ് മഹേഷ് അറ്റ് മണ്ണഞ്ചേരി. മണ്ണഞ്ചേരിയിൽ 2 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു, 2 RSSകാരെ. ചേർത്തലയിൽ ഒരു RSSകാരൻ അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിക്കാരൻ കൊല്ലപ്പെട്ടു 2021 ഫെബ്രുവരിയിൽ. അത് സർക്കാരിൻ്റെ വായിൽ നിന്ന് തന്നെ വരുന്നു. അത് കഴിഞ്ഞു. എന്നിട്ട് സർക്കാർ അപ്പോൾ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് പറയുകയാണ് ഈ കൊലപാതകത്തിൻ്റെ. അത് കഴിഞ്ഞിട്ടുള്ള വാദം നോക്കുക. ദ മാനർ ദേ അച്ചീവ്ഡ് ഇറ്റ്, അതായത് ഷാനിൻ്റെ കൊലപാതകം, ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ദ ഹെയ്നസ് ക്രൈം വാസ് ത്രെറ്റനിങ് ആൻഡ് ഫ്രൈറ്റനിങ്. ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു കൊലപാതകമായിരുന്നു ഷാനിൻ്റെ കൊലപാതകം. ത്രൂ ദിസ് മർഡർ RSS organization gave a threatening message to the general public that if any one of their sympathizers were attacked by opponent organization or anyone, the matter will be taken up by the organization. RSSകാർ ഈ കൊലപാതകത്തിലൂടെ നാട്ടുകാർക്കൊരു മെസ്സേജ് കൊടുത്തു. ഞങ്ങളുടെ ആളിനെ ആരെങ്കിലും തൊട്ടാൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും. ഇത് നാട്ടുകാർക്ക് ഈ മെസ്സേജ് കൊടുക്കേണ്ട കാര്യം എന്താ? നാട്ടുകാർക്ക് എന്താ ഇതിൽ പ്രശ്നം? നാട്ടുകാർ ജസ്റ്റ് ഓൺ ലുക്കേഴ്സ് അല്ലേ? ഇത് 2 സംഘടനകൾ തമ്മിലുള്ളതാണല്ലോ പ്രശ്നം. ബട്ട് സർക്കാർ വെറുതെ പറയുകയാണ് ടെററൈസിങ് ജനറൽ പബ്ലിക്, മെസ്സേജ് ബീയിങ് ഗിവൺ ടു ജനറൽ പബ്ലിക്. ജനറൽ പബ്ലിക്കിന് ഇതിലൊരു മെസ്സേജും ഇല്ല. ഞങ്ങളെ തൊട്ടാൽ തൊട്ടവനെ തട്ടും എന്ന് പറയുന്നത് ജനറൽ പബ്ലിക്കിനുള്ള മെസ്സേജാണ്. കാരണം ഇവർ തമ്മിൽ SDPI RSS ആണല്ലോ സംഘർഷം. ജനറൽ പബ്ലിക്കിനെ ആരും കൊല്ലാനും തല്ലാനും ഒന്നും പോകുന്നില്ല. ജനറൽ പബ്ലിക്കിലുള്ള ആരെയും SDPIക്കാരും കൊല്ലുകയോ തല്ലുകയോ ചെയ്തിട്ടില്ല, RSSകാരും ചെയ്തിട്ടില്ല. പിന്നെ ജനറൽ പബ്ലിക് എന്തിനും ഭയക്കണം? ഭീതിയുടെ അന്തരീക്ഷം ആലപ്പുഴയിൽ. ഞാൻ ഈ കൊലപാതകം നടന്നതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ട് ആലപ്പുഴയിൽ പോയത് ഒരു ആവശ്യത്തിന് പോയതാണ് കേട്ടോ. കൊലപാതകവും എൻ്റെ പോക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവിടെയും ഒരു ഭീതിയും മണ്ണാങ്കട്ടയും ഞാൻ കണ്ടില്ല. ഞാനവിടെ പോയി രാവിലെ ഒരു 10:30 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ എൻ്റെ ജോലി ഉണ്ടായിരുന്നു, പലരെ കാണാനുണ്ടായിരുന്നു. കണ്ടു, ഞാൻ തിരിച്ചു വന്നു. എനിക്കൊരു ചുക്കും സംഭവിച്ചില്ല, അവിടെ ഒരു ഭീതിയും ഞാൻ കണ്ടുമില്ല. കാരണം ഇത് വ്യക്തമാണ് 2 സംഘടനകൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്ന് നാട്ടുകാർക്കറിയാം. പിന്നെ അവർ പേടിക്കേണ്ട കാര്യം എന്താ? ബട്ട് ജാമ്യം കൊടുക്കാതിരിക്കാനായിട്ട് ഈ കാര്യം കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയാണ്. ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ നന്ദു കൃഷ്ണ സംഭവം ഈ സത്യവാങ്മൂലക്കാരി തന്നെ മറന്നുപോയിരിക്കുന്നു. അവർ തന്നെ നേരത്തെ ഒരു പേജിൽ എഴുതിയ നന്ദു കൃഷ്ണ സംഭവം പിന്നീട് അവർ മെൻഷൻ ചെയ്യുന്നില്ല നന്ദു കൃഷ്ണയുടെ പേര്. പിന്നെ ഈ ഇക്വേഷനാണ് ഷാനും രഞ്ജിത്ത് ശ്രീനിവാസനും. എന്നിട്ട് സർക്കാർ പറയുന്നു, സർക്കാരിന് വേണ്ടിയിട്ട് ഫയൽ ചെയ്തതാണ് കേട്ടോ ഈ പറഞ്ഞ നാൻസി, അല്ലെങ്കിൽ എന്താ അവരുടെ പേര്, ഗ്രാൻസി എന്ന് പറയുന്ന ഓഫീസർ സർക്കാരിൻ്റെ ലോ ഓഫീസറാണ്. സർക്കാർ പറയുന്ന കാര്യം അവരെഴുതി കൊടുക്കും, ഇത്രയേ ഉള്ളൂ. അവർക്കിതിൽ ഉത്തരവാദിത്വമൊന്നുമില്ല, പാവം. 21ാമത്തെ പോയിൻ്റായിട്ട് അവർ പറയുന്നു, ഐ സേ ആൻഡ് സബ്മിറ്റ് ദാറ്റ്
The last communal action murders that had taken place in Kerala were the communal murders in Palakkad district and Alappuzha district. In Alappuzha, Mr. Shan, a CPI leader, and advocate Ranjit Srinivasan, OBC Morcha leader, was murdered within a span of 12 hours. 12 മണിക്കൂറിനിടയ്ക്ക് ആലപ്പുഴ ജില്ലയിൽ ഈ 2 പേര് കൊല്ലപ്പെട്ടു, ഷാനും രഞ്ജിത് ശ്രീനിവാസനും. പാലക്കാടിൻ്റെ കഥ വേറെ, അതെന്തിനിവിടെ പറയുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. On 18 December 21, Shan was hacked to death by RSS activists. In retaliation to the brutal murder of Mr. Shan, SDPI activists hacked Advocate Ranjit Srinivasan, OBC Morcha leader. ഇവിടെ ഈ കാര്യം പറയണ്ടേ? നന്ദു കൃഷ്ണയുടെ കാര്യം പറയണ്ടേ? പറയുന്നില്ല. സമർത്ഥമായിട്ട് അത് ഒളിച്ചു വയ്ക്കുന്നു. നന്ദു കൃഷ്ണയുടെ മരണം, അതിനുശേഷം 10 മാസം കഴിഞ്ഞിട്ട് 11 മാസം കഴിഞ്ഞ് ഷാൻ്റെ മരണം, 12 മണിക്കൂറിനുള്ളിൽ രഞ്ജിത് ശ്രീനിവാസൻ്റെ മരണം. ഇതാണ് മരണങ്ങളുടെ സീക്വൻസ് അഥവാ കൊലപാതകങ്ങളുടെ സീക്വൻസ്. ക്രൂരമായൊരു കാര്യമാണ്. പക്ഷേ ഈ സീക്വൻസ് ഇപ്പോൾ സർക്കാർ കോടതിയിൽ വാദിച്ചു കഴിഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഈ സീക്വൻസിനെ അംഗീകരിക്കുന്നവനല്ല, കൊലപാതകത്തെയും അംഗീകരിക്കുന്നവനല്ല, അക്രമത്തെ ഒരു രീതിയിലും ന്യായീകരിക്കുന്നവനല്ല, അതാര് ചെയ്താലും. ബട്ട് സിൻസ് ദ ഗവൺമെൻറ് ഈസ് പോയിൻറ്റിങ് ഔട്ട് ദാറ്റ് ടു ഇൻ സുപ്രീം കോർട്ട്, വാട്ട് ക്യാൻ ഐ ഡു? ഐ ഹാവ് ടു ഡിസ്കസ് ദാറ്റ്. അതുകൊണ്ടാണ് ഞാനിത് വായിക്കുന്നത്. എന്നിട്ട് ദ അക്യൂസ്ഡ് ഇൻ രഞ്ജിത് ശ്രീനിവാസൻ മർഡർ കേസ് വെയർ കോട്ട് ഇൻ നോ ടൈം. ഒട്ടും സമയമില്ല കളയാതെ രഞ്ജിത് ശ്രീനിവാസൻ്റെ കേസിലെ പ്രതികളെ പോലീസ് പിടിച്ചു. അത് പോലീസിൻ്റെ ഒരു തെറ്റാണോ? എനിക്കറിയില്ല, ഏതായാലും പിടിച്ചു. ആൻഡ് ആഫ്റ്റർ സക്സസ്ഫുൾ ട്രയൽ A1 to A15 were sentenced to capital punishment. ആഫ്റ്റർ സക്സസ്ഫുൾ ട്രയൽ, വിചാരണ നടത്തി 15 പേരെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് വിധേയരാക്കി തൂക്കിക്കൊന്നിട്ടില്ല, തൂക്കിക്കൊല്ലാൻ വിധിച്ചു. The murder of Advocate Ranjit Srinivasan would not have been taken place if Mr. Shan was not murdered. ഷാനിനെ കൊന്നില്ലായിരുന്നെങ്കിൽ രഞ്ജിത് ശ്രീനിവാസൻ്റെ കൊലപാതകവും ഉണ്ടാകുമായിരുന്നില്ല. ഇത് നേരെ തിരിച്ചും വാദിച്ചുകൂടെ? നന്ദു കൃഷ്ണയുടെ കൊലപാതകം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഷാനിനെ കൊല്ലുമായിരുന്നില്ല എന്നും വാദിക്കണമല്ലോ. അത് വാദിക്കുന്നില്ല സർക്കാർ. അതാണ് സർക്കാർ വൺ സൈഡാണ് എന്ന് എനിക്ക് തോന്നാൻ കാര്യം. ഒരു കാര്യം മറച്ചു വയ്ക്കുക, അവർക്ക് ആവശ്യമുള്ള സബ്സീക്വൻ്റ് ആയിട്ടുള്ള കൊലപാതകങ്ങൾ മാത്രം എടുക്കുക, അതൊരു മര്യാദയാണോ? അല്ലല്ലോ. ഒരു സർക്കാർ അത് ചെയ്തുകൂടാ. പ്രൈവറ്റ് പാർട്ടിക്ക് ചെയ്യാൻ കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് സപ്രസിയോ വേരി സജസ്യോ ഫാൾസി എന്ന് പറയും. നിങ്ങളൊരു കാര്യം ഒളിച്ചു വയ്ക്കുമ്പോൾ വേറൊരു കാര്യം ഉണ്ട് എന്നുള്ള ധ്വനിയാകും. നിങ്ങൾ പറഞ്ഞിട്ടില്ല, പക്ഷേ ധ്വനി അങ്ങനെയാകും. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊരു ലീഗൽ പ്രിൻസിപ്പിളുണ്ട്. അതാണ് നിർഭാഗ്യവശാൽ സർക്കാർ ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് petitioner accused of Mr. Shan murder case had breached the tranquility of Alappuzha district. ഷാൻ കേസിലെ കൊലപാതകം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ഭീതി വിതച്ചു, സമാധാനം നഷ്ടപ്പെടുത്തി. 2021 ഇപ്പോൾ നമ്മൾ 2025 ഇതിനിടയ്ക്ക് എത്ര തവണ ഞാൻ ആലപ്പുഴ പോയി എന്ന് എനിക്കറിയില്ല. നിങ്ങളും ഒക്കെ പോയി കാണാം, ആലപ്പുഴ വഴിക്ക് പോയി കാണും. ആലപ്പുഴക്കാർ അവിടെ താമസിക്കുന്നവരുണ്ട്. ഇവർക്കാർക്കും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. പിന്നെ സർക്കാർ എന്താണ് സുപ്രീം കോടതിയിൽ ഇത് എഴുന്നള്ളിക്കുന്നത്? അടുത്തത് നോക്കൂ. ഐ സേ ആൻഡ് സബ്മിറ്റ് ദാറ്റ് accused in Ranjit Srinivasan murder case are sentenced for capital punishment, and the person who started all this and killed Mr. Shan are strolling in the society. This may affect peace of the society. രഞ്ജിത് ശ്രീനിവാസൻ മർഡർ കേസിലെ 15 പ്രതികൾക്ക് വധശിക്ഷ കൊടുക്കുകയും ഷാൻ വധക്കേസിലെ പ്രതികൾ സ്വതന്ത്രരായിട്ട് സമൂഹത്തിൽ സ്വൈരവിഹാരം ചെയ്യുകയും ചെയ്യുന്നത് ടെൻഷൻ ഉണ്ടാക്കും, കമ്മ്യൂണൽ ടെൻഷൻ ഉണ്ടാക്കും. ഇതാണ് സർക്കാരിൻ്റെ വാദം. ദിസ് മേ ഇഫക്റ്റ് പീസ് ഓഫ് ദ സൊസൈറ്റി, സൊസൈറ്റിയിലെ സമാധാനം കെടുത്തും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ദ പെറ്റീഷണർ ഹു ഹാവ് പ്രേഡ് ഫോർ ബെയിൽ ആർ ദ എക്സിക്യൂട്ടേഴ്സ് ഓഫ് ദ ഹീനിയസ് ക്രൈം. ഹെൻസ് ഇറ്റ് ഈസ് ഹംബ്ലി റിക്വസ്റ്റഡ് ദാറ്റ് നോ ബെയിൽ ഷാൽ ബി ഗ്രാൻറ്റഡ് ടു ദ പെറ്റീഷണർ. ഇതാണ് സർക്കാരിൻ്റെ വാദം.
അതായത് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് വധശിക്ഷ കിട്ടി, അതുകൊണ്ട് ഷാൻ വധക്കേസിലെ പ്രതികൾക്ക് ജാമ്യം കൊടുക്കരുത്. എങ്ങനെയുണ്ട് ന്യായം? എനിക്ക് മനസ്സിലാകണില്ല. ഒരു കേസിലെ പ്രതികൾക്ക് ശിക്ഷ കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യുന്നത് വേറൊരു കേസിലെ പ്രതികളുടെ ജാമ്യത്തെ അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിന് ന്യായം പറയുന്നത് ദിസ് മേ ഇഫക്റ്റ് പീസ് ഓഫ് ദ സൊസൈറ്റി. ജനങ്ങൾക്ക് സമാധാനക്കേടുണ്ടാവും. വാട്ട് എ നോൺസെൻസ്. ആലപ്പുഴയിലെ ജനങ്ങൾക്ക് ഒരു സമാധാന കേസുമില്ല. രഞ്ജിത് ശ്രീനിവാസൻ്റെ വധക്കേസിലെ പ്രതികളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചതോ ഷാൻ വധക്കേസിലെ പ്രതികൾക്ക് ജാമ്യം കൊടുത്തതോ ഒന്നും പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ആണെന്ന് സർക്കാർ വരുത്തി തീർക്കുന്നത് SDPI പോപ്പുലർ ഫ്രണ്ടുകാർക്ക് എങ്ങനെയും അവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ജാമ്യം നിഷേധിക്കുക. ഇതാണ് സർക്കാർ ചെയ്യുന്നത്. അത് സർക്കാരിൻ്റെ ഇരട്ടത്താപ്പാണ്, ചെയ്തുകൂടാത്തതാണ്. In these circumstances, it is most humbly praying before this honorable court that the petition seeking bail submitted by the petitioner are devoid of any merits and it must be dismissed. അതിനാൽ ഇവർക്ക് ജാമ്യം കൊടുക്കരുത്. സർക്കാരിൻ്റെ ഒരു വാലിഡ് ആർഗ്യുമെൻ്റായിട്ട് വന്നും പോയും ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം, രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് വധശിക്ഷ കിട്ടി, അതുകൊണ്ട് ഷാൻ വധക്കേസിലെ പ്രതികൾക്ക് ജാമ്യം കൊടുക്കരുത് എന്നുള്ള അപഹാസ്യമായ, വർഗീയമായ, ശുദ്ധമേ കമ്മ്യൂണലായ ഒരു ആർഗ്യുമെൻ്റാണ് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഇനി കോടതി എങ്ങനെ അതിനെ പരിഗണിക്കും എന്നറിയില്ല. സുപ്രീം കോടതിക്കും ഒരല്പം ചായ്വ് അങ്ങോട്ടുണ്ടല്ലോ. എങ്ങോട്ട് എന്നുള്ളത് ഞാൻ നിങ്ങളുടെ ഊഹത്തിന് വിടുന്നു. കൂടുതൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതായാലും ജാമ്യാപേക്ഷ വാദത്തിന് വരട്ടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ വിധി അറിയാം. താങ്ക് യു.